ട്രാവൽ ഡേ നൈറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കൊപ്പങ്ങാനിലേക്കാണ്. കൊസാമോയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി കൊപ്പങ്ങാനിലെ കാഴ്ചകൾ കാണാം. പ്രത്യേകിച്ച് കൊപ്പങ്ങാനിൽ നമുക്ക് ഫുൾ മൂൺ പാർട്ടി ഉണ്ട്, അത് കാണണം. ഇപ്പം ഞാനുള്ളത് ഇവിടെ പിയറിലാണ്, അതായത് കൊസാമോയിലെ പിയറിൽ. ഇവിടുന്ന് ഇനി നമ്മൾ കൊപ്പങ്ങാനിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, അരമണിക്കൂർ. ഫാസ്റ്റ് ബോട്ടോ ഫെറിയോ എന്നുള്ള അറിയില്ല. ടിക്കറ്റ് എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം നമുക്കിനി കൊപ്പങ്ങാനിലെ വിശേഷങ്ങൾ. വാ. ഇവിടുന്ന് നോക്കുമ്പോൾ ഇപ്പുറത്തൊരു പേരുണ്ട്, ഈ പേരിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരെ തൊട്ടപ്പുറത്ത് ആ പേരിലാണ് നമ്മൾ കൊസാമയിലേക്ക് വന്നത്. സീട്രൻ്റെ വലിയൊരു ഫെറി അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ 3 പേരുണ്ട് ഇവിടെ തന്നെ. അതിൽ 2 ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഒന്ന് പണി തീരാത്ത ഒരു പേരും കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ലൊരു സണ്ണി ഡേ, മഴയൊന്നുമില്ല, സ്കൈ ഒക്കെ നല്ല തെളിഞ്ഞ് കിടക്കുന്നു. ഈ പേർന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. കൊസാമ, നമ്മൾ കൊസാമയോട് ബൈ ബൈ പറയാണ്. ഈ ഒരു പേരിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അവിടെ ദൂരെ കാണുന്നുണ്ടോ, കൈറ്റ് സർഫിംഗ് ആണ് അത് ചെയ്യുന്നത്. ഇവിടെ നല്ല വിൻഡിയാണ്, കാറ്റുണ്ട്. കൈറ്റ് സർഫിംഗ് ചെയ്യാൻ പറ്റിയ നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫെറിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകളെ കണ്ടിട്ട് നേരെ കൊപ്പങ്ങാനിലേക്ക്. ആഹാ, എന്താ കാറ്റെന്ന് പറയുക, സൂപ്പർ കാറ്റ് അവിടെ. ഇവിടെ ഒരു ഫാസ്റ്റ് ബോട്ട് കിടക്കുന്നുണ്ട്, റോയൽ ജെറ്റ്. ഇത് ഒന്നുകിൽ കൊപ്പങ്ങാനിലേക്ക് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ കൊത്താവിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് പേർ, കൊസാമുയിലെ പേർ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ വേറൊരു ഫാസ്റ്റ് ബോട്ട് കിടക്കുന്നുണ്ട്, ലൈം സോഡ്. ഈ പേരിന് നല്ല പഴക്കമുണ്ട്. ഇതിൻ്റെ കാലുകളൊക്കെ ദ്രവിച്ച് പൊളിഞ്ഞ് വീഴാറായതുപോലെയുണ്ട്. നോക്ക്, അടിയിൽ മൊത്തം ദ്രവിച്ചിരിക്കുന്നു. ഇവിടെ വലിയൊരു ഫെറി കിടക്കുന്നുണ്ട്, എന്ത് വലുപ്പാന്നറിയോ. ഞാൻ കുറച്ച് നേരത്തെ വന്നതാ, 1 മണിക്കൂറുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ ഫെറിയോ ഫാസ്റ്റ് ബോട്ടോ. അപ്പോൾ ഇവിടെ തേരാമരം നടന്നുകൊണ്ട് വീഡിയോ എടുക്കാം. എൻ്റെ ബാക്കിൽ കാണുന്നില്ല വലിയ ഫെറി, നല്ല രസമുണ്ട് ഇവിടെ, നല്ല കാറ്റുണ്ട്. കുറേ നേരമായി നടക്കുന്നു. ഒരു മീൻ പിടിക്കുന്ന ബോട്ട് മീനും പിടിച്ച് വന്നിരിക്കണം. അതിലൊക്കെ നിറയെ മീനുകളാണ്, നിറയെ മീനുണ്ട്. ഈ ഫെറി ഭയങ്കര വലുപ്പമുണ്ട്, എന്ത് വലുപ്പമാണ്. എവിടത്തേക്ക് പോകുന്നതായിരിക്കും ഇത്? ഇതിന്റെ ഡ്രൈവറേയും ക്ലീനറേയും ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ ചോദിക്കായിരുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അവിടെ അതാ ചുവപ്പ് കളറില് ഒരു ഫെറി
അതിന്റെ ബാക്കിൽ സീട്രാന്റെ വലിയൊരു ഫെറി. ബാക്കിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോ മലകള്. നമ്മൾ ബൈ ബൈ പറയാൻ പോവാണ് ഈ കൊസാമയോട്. എനിക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. പക്ഷെ ഈ കൊസാമോയില് ഇനിയും ഞാൻ വരും. ഇപ്പോഴല്ല, കുറച്ച് കഴിയട്ടെ. എപ്പോഴാന്ന് അറിയില്ല, വരേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം. നല്ല തണലുണ്ട് ഇവിടെ. ആഹാ, ഒരു പ്രത്യേക കാറ്റടിച്ചിട്ട് നല്ല തണുപ്പുണ്ട്. കുറെ സമയമായിട്ട് വെയിലും കൊണ്ട് നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. സീട്രാൻ ഇവരിവിടുത്തെ രാജാക്കന്മാരാ. ഇവരാണ് ഇവിടുത്തെ ഇതൊക്കെ ഈ ഫെറിയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പ്രൈവറ്റ് കമ്പനി. നെത്തോൺ പേർ, ഈ പേരിന്റെ പേരാണ് ലംബ്രായ. ഇവിടെ നല്ല മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട്. ആഹാ, പൊളിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നു. ആ, എന്ത് രസാ. ഹൈസി അതിന്റെ പേര്. മൊത്തം മരമാണ്. ശരി തന്നെ കേട്ടോ, ഇത് പുതിയതാ ബോട്ട്. ഇതിന്റെ പണി മുഴുവനും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ആൾക്കാര് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കിടില്. ഇതിന്റെ അടിയില് വേറെ ഒരു ഫ്ലോറും കൂടെ ഉണ്ട്. 3 ഫ്ലോറിലായിട്ടാണ് ഈ ബോട്ടിൽ. മൊത്തം മരം. ഇവിടെയുള്ള ഈ കൈവരികൾ മാത്രമേ സ്റ്റീലിൻ്റെതായിട്ടുള്ളൂ. ആഹാ, പൊളിച്ചു. അതിന്റെ ബാക്കിൽ വേറൊരു ബോട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കൊസാമയോട് വിട പറഞ്ഞിട്ട് ഇതാ ഈ വണ്ടിയിൽ കയറി പോവാണ്. ഇനി ഇവിടുന്ന് 1/2 മണിക്കൂർ ദൂരേ ഉള്ളൂ, നേരെ കൊപ്പങ്ങാലിലോട്ട്. ഇനിയുള്ള വിശേഷങ്ങള് കൊപ്പങ്ങാലിൽ നിന്നായിരിക്കും. ഈ ബോട്ടിന്റെ പേരാണ് എനിക്ക് ഇഷ്ടമായത്, മൈനം. നല്ല പേരല്ലേ? ഈ ബോട്ടിന്റെ ഉൾവശാണിത്. കുറെ TV ഒക്കെ ഉണ്ട്. അതില് ട്രാവൽ ഡേ നൈറ്റിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. ആ, നിറയെ പാസഞ്ചേഴ്സ് ഉണ്ട്. വണ്ടി പുറപ്പെട്ട് കൊപ്പങ്ങാലിലേക്ക്. ഇനിയുള്ള വിശേഷങ്ങൾ കൊപ്പങ്ങാലിൽ പോയിട്ട് കാണാം അല്ലേ? സംഭവമായിരിക്കും ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. അവിടെ പോയിട്ട് തന്നെ കണ്ടിട്ട് അറിയാം. ഓക്കെ, 1/2 മണിക്കൂർ ഇട്ടുണ്ട്. നല്ല ഏസിയാണ്. പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ. കണ്ട ഞാൻ ബോട്ടിന്റെ മേലെ കയറി നിന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കാം. നല്ല ഫാസ്റ്റിലാ പോന്നെ. ഇതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ബോട്ടിന്റെ എടുത്തോണ്ടിരിക്ക വീഡിയോ. സൂപ്പർ, നല്ല സ്പീഡിലാ പോന്നെ. കണ്ട ഐലൻഡിനോട് നമ്മൾ വിട പറഞ്ഞ് പോവാണ്. എന്താ പറയാ, ഇതിന്റെ എഞ്ചിൻ എത്ര ഹോഴ്സ് പവർ ആയിരിക്കും ഇത് കണ്ടോ? അവിടെ കാണുന്ന ഐലൻഡ് എന്നാണ് നമ്മള് പോകുന്നത്. അവിടെ ഒക്കെ കുറെ കുഞ്ഞു ഐലൻഡുകളൊക്കെ കാണുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലൊക്കെ കൊണ്ടുപോയി വീട് വെച്ചതുണ്ടോ? നല്ല രസം ഉണ്ടാവില്ല അവിടുന്ന് ഇങ്ങോട്ടേക്ക് കടലും നോക്കിയിരിക്കാൻ. കൊസാമോ ഐലൻഡ് ആണത്. വലിയ വലിയ കുന്നുകളും മലകളും ഇഷ്ടം പോലെ ഉണ്ട് കൊസാമോയില്.
ഇതിന്റെ മുകളില് ഇരിക്കാൻ സൗകര്യമുണ്ട്. നല്ല നല്ല വെയിലുണ്ടെങ്കിലോ നല്ല കാറ്റുമുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഇതിലേക്ക് മേലേക്ക് കയറി വരണം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ആരുമില്ല, രണ്ടാളുണ്ട്. രണ്ടുപേരവിടെ നിൽക്കുന്നുണ്ട്. സീറ്റൊക്കെ കാര്യമാണ്. മൈനം ബാങ്കോക്ക്. അതില് വേറൊരു ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എങ്ങോട്ടേക്കാണെന്നല്ല അറിയില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. ഈ കടല് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. വെള്ളം. ഈ ബോട്ടിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാം നമുക്ക്. ടൈറ്റാനിക്കില് നിൽക്കുന്നത് പോലെ നിൽക്കാൻ പറ്റും. നല്ല കാറ്റുണ്ട്. ദൂരെ കാണുന്നതാണ് കൊപ്പങ്ങാൻ ഐലൻഡ്. പൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ട് കൊപ്പങ്ങാൻ ഐലൻഡിലെ പേരിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ? ആ കാണുന്ന ഇത് വലിയൊരു ഐലൻഡ് ഒന്നുമല്ല. നമ്മുടെ കൊസാമോയിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. ഞാൻ ഈ ബോട്ടിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് ഏറ്റവും മുമ്പിൽ വന്ന് നിന്നിട്ട് വീഡിയോസ് ചെയ്യും. അവിടെ ഉള്ളത് ഒരു കഷ്ണ ഐലൻഡ്. അത് അവിടെ ആരും ഇല്ല, താമസമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടാവായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവായിരിക്കും അല്ലേ. അതും ഈ കൊപ്പങ്ങാൻ ഐലൻഡും തമ്മിൽ ഒരു 1/2 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ കൊപ്പങ്ങാനിലെത്തി. കൊപ്പങ്ങാനിലെ പേരാണിത്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് നമുക്ക് ഒരു ബൈക്ക് എടുക്കണം റെന്റിന്. പേർന്ന് കരയിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണത്. കൊപ്പയാങ് ഐലൻഡിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡാണിത്. ഉച്ചഭക്ഷണം, ലഞ്ച്. അയക്കൂറ തേങ്ങ അരച്ച് കറി വെച്ചതും പിന്നെ നമ്മുടെ കണവ ഇവരുടെ സ്റ്റൈൽ ഉണ്ടാക്കിയത്. പൊളിക്കും. കഴിച്ചു നോക്കാം അല്ലേ?